മോർണിംഗ്. പത്തനംതിട്ടയിലേക്ക് എത്തി. 110 മണ്ഡലങ്ങൾ കഴിഞ്ഞു. നവകേരള സദസ്സ് ചർച്ച ചെയ്യുന്നതിനോടൊപ്പം നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടുള്ള വാർത്താ അലയൊലികളും കേൾക്കുന്നു. ഇന്നലെയും ഇന്നിപ്പോൾ പ്രധാനമായിട്ടും വാർത്ത നിൽക്കുന്നത് കോഴിക്കോട് സർവകലാശാലയിലാണ്. ഞാൻ അതിൽ തുടങ്ങാം. അതിനുശേഷം നമുക്ക് ഈ നവകേരള സദസ്സിലേക്ക് വരാം. ഞാൻ വേഗം അങ്ങനെ റിലീസ് ചെയ്യുകയും ചെയ്യാം. ഗവർണർ ഇന്നലെ പറഞ്ഞത് ബ്ലഡി ക്രിമിനൽസ്, അതിന് പിന്നിലുള്ളത് സ്പോൺസേഡ് ബൈ ചീഫ് മിനിസ്റ്റർ എന്നതാണ്. ഗവർണർ എന്താണ് അദ്ദേഹത്തിന്റെ നിലവാരമെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. 73 വയസ്സുള്ള മനുഷ്യൻ പേരക്കുട്ടികളുടെ പ്രായമുള്ളവരോട് യുദ്ധം ചെയ്യാണ്, അവരെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കുകയാണ്. എനിക്കിത് കാണുമ്പോൾ പഴയ സിനിമ ഉണ്ടല്ലോ, കിരീടത്തിൽ കൊച്ചിൻ അനീഫ് ഒരു കത്തിയായിട്ട് നടന്ന് വെല്ലുവിളിക്കുന്നില്ലേ, ഹൈദ്രോസ്, ആ നിലവാരത്തിലേക്ക് 2 ലോഡ് ശവം ഇവിടെ വീഴും എന്ന് പറയുന്ന രമണൻ. അത് അമ്മാതിരി ഡയലോഗുകളാണ് ഗവർണർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഇത് ഒരേ സമയം പരിഹാസ്യമായി മാറുന്നു, ചിരിക്കാനുള്ള വക നൽകുന്നു, എന്നാൽ അതോടൊപ്പം ഇത് വളരെ ഗൗരവമായിട്ടും മാറുകയാണ്. ഗവർണർ പരിഹാസ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഗവർണർ കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്നു. ഗവർണറാണ് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുന്നത്. പിന്നെ UDF-ഉമാണ്, യൂത്ത് കോൺഗ്രസുകാരാണ്. ഏതാണ്ട് ആ നിലവാരത്തിലാണ് ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗവർണർ പരിഹാസ്യനാകുന്നു എന്ന് മാത്രമല്ല, ക്രമസമാധാന ഉറപ്പുവരുത്തേണ്ട ഗവർണർ ആ ക്രമസമാധാന നില തകർക്കുന്നു. ചാൻസലർ എന്ന നിലയിൽ ഇന്നലെ സർവകലാശാലയിൽ അദ്ദേഹം പ്രവേശിച്ചു വരുന്ന ആ ഒരു നിമിഷത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ അക്കാദമിക് അന്തരീക്ഷം നിലനിർത്തേണ്ട ചുമതലയുള്ളയാളാണ് ചാൻസലർ. അവിടെ ദയനീയമായി പരാജയപ്പെടുകയാണോ? അതെ, അതില് ഇപ്പൊ ആദ്യമായിട്ട് പരാജയപ്പെട്ടതല്ലോ. ഗവർണർ നടത്തിയ എല്ലാ ഇടപെടലുകളും ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് അതിന്റെ താല്പര്യത്തിന് ഒട്ടും നിരക്കുന്നതായിരുന്നില്ല. തുടക്കം മുതൽ ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഇപ്പോ ദേശത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. കൊലക്കേസ് പ്രതിയായ RSSകാരനെ നിയോഗിക്കാൻ പറ്റില്ല, അദ്ദേഹം ജയിലിലായി പോയല്ലോ. അതുകൊണ്ട് ഭാര്യയെ നിയമിക്കുന്നു. കലാപ്രതിഭയെയും കലാതിലകത്തേക്ക് മാറ്റി നിർത്തുന്നു. 1ാം റാങ്കുള്ള 4 പേരെ മാറ്റി നിർത്തുന്നു. അപ്പൊ ഇതെല്ലാം അക്കാദമിക് താല്പര്യം മുൻനിർത്തി ചെയ്യുന്നതാണോ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർന്നു വന്നില്ലെങ്കിൽ പിന്നെ ഈ നാട് എന്തിനു കൊള്ളാം? അതായത് ഒരു കേരള വിരുദ്ധ മുന്നണി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണോ? തീർച്ചയായിട്ടും. അതായത് സംഘപരിവാറിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അവർ 18 അടവും പയറ്റിയിട്ടും കേരളത്തിൽ മാത്രം അവർക്ക് ഒന്നും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വേറൊരു തരത്തിൽ നോക്കിയാൽ, ഇന്ത്യയിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഏക സംസ്ഥാനം കേരളമാണ്. ശ്രമിക്കാത്തതുകൊണ്ടല്ല, എല്ലാ ശ്രമവും നടത്തി പല കള്ളക്കേസുകളും കെട്ടിച്ചമയ്ക്കാൻ നോക്കി, നടന്നില്ല. ബാക്കി എല്ലായിടത്തും അവരകത്തിട്ടിരിക്കുകയാണല്ലോ. തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിൽ നേരത്തെ ശിവകുമാറിനെ പിടിച്ചിട്ടതാണ്. ഇപ്പൊ മനീഷ് സിസോദി ഒരു സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്. പഞ്ചാബിൽ കിടക്കുന്നുണ്ട്, ബംഗാളിൽ പലരെയും പിടിച്ചിട്ടുണ്ട്, രാജസ്ഥാനിൽ കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റിൽ നിന്ന് പലരെയും പിടിച്ചു. ഇങ്ങനെ ഒരു മന്ത്രിക്ക് അയച്ച സമൻസ് കൊണ്ട് ഈ സാമൂഹിക മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം വഴി ഓടേണ്ടി വന്നു, ഇല്ലേ? എല്ലാം പിൻവലിച്ചു, ഞങ്ങളെല്ലാം പിൻവലിച്ചെന്ന് പറഞ്ഞിട്ട് പോകേണ്ടി വന്നു. അപ്പോ അങ്ങനെ ഉള്ളൊരു സംസ്ഥാനത്ത് പിന്നെ സംഘപരിവാറിന്റെ മാർഗം എന്താണ്? പിന്നെ അർത്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണ് രാജ്യം എന്നാണ്. അതെ, അങ്ങനെ സെമി ഒഫീഷ്യൽ അല്ല, രാജ്യത്തെ സാഹചര്യം എന്താണ് എന്നതിന്റെയും കൂടി തെളിവായിരുന്നല്ലോ പാർലമെന്റിൽ കണ്ടത്. പാർലമെന്റിൽ 4 പേര് വന്നത് തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരാണ് എന്നാണല്ലോ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അപ്പൊ തൊഴിലില്ലായ്മ എത്ര സ്ഫോടനാത്മകമായ നിലയിലേക്ക് എത്തിക്കുന്നു, നമ്മുടെ ചെറുപ്പക്കാരിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര അപകടകരമായ നിലയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്നു. ഇന്നലെ പാർലമെന്റിൽ കൊടുത്ത വേറൊരു മറുപടി ഞാൻ പറയാം. അത് ഗുജറാത്തിനെ കുറിച്ചാണ്. ഗുജറാത്ത് മോഡലാണല്ലോ. കേരളമൊക്കെ മഹാമോശം, ഗുജറാത്ത് കേമെന്ന് പറയുന്ന കൂട്ടത്തിലല്ലേ ഗവർണർ ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷകാഹാരക്കുറവ് മൂലമുള്ള കുട്ടികളുടെ മരണം നടക്കുന്നത് ഗുജറാത്തിൽ എന്നത് ഞങ്ങൾ പറയുന്നതല്ല, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ കൊടുത്ത കണക്കാണ്. ഇന്നലെ നമ്മുടെ മലയാള പത്രങ്ങളൊന്നും പ്രസിദ്ധീകരിച്ച് കണ്ടില്ല, ദേശീയ മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ മാൾന്യൂട്രീഷന്റെ കാര്യത്തിൽ, പോഷകാഹാരക്കുറവിന്റെ കാര്യത്തിൽ രാജ്യത്ത് 2ാമതാണ് ഗുജറാത്ത്. അപ്പോൾ ആ നിലയിലേക്ക് കേരളത്തെ കൂടി മാറ്റാൻ ഉള്ള പരിശ്രമമാണ്. ഏതായാലും തങ്ങൾക്ക് കിട്ടുന്നില്ല. എന്നാൽ കേരളത്തെ ശ്വാസം മുട്ടിച്ചും വരിഞ്ഞു മുറുക്കിയും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ തകർത്തും സാമ്പത്തികമായിട്ട് നൽകാനുള്ളത് നൽകാതെയും വെടക്കാക്കി തനിക്കാക്കുക എന്ന സമീപനാണ്. അതിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ഗവർണർക്ക്. ഗവർണറുടെ ആ കൊട്ടേഷൻ സംഘത്തിലാണ് ഇപ്പോൾ UDF ഉള്ളത്. ഗവർണറുടെ കൊട്ടേഷൻ സംഘത്തിലാണ് പ്രതിപക്ഷവും UDF-ഉം എന്നതാണ് MP രാജേഷ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി വന്നാൽ, ഇന്നിപ്പോ ബുധനാഴ്ച എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും UDF-ന്റെ പ്രതിഷേധ മാർച്ചുണ്ട്. അതിൽ KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ അണിനിരക്കും എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത്. അതായത്
ഇന്നലെ KPCC പ്രസിഡന്റ് സുധാകരൻ ചോദിച്ചല്ലോ, ആരെങ്കിലും ബസിന്റെ മുമ്പിൽ ചാടി എന്തെങ്കിലും പറ്റിയ നിങ്ങൾക്ക് എന്താ എന്നല്ലേ ചോദിച്ചത്? ഞങ്ങളുടെ പ്രവർത്തകർ ചാടിയാൽ നിങ്ങൾക്ക് എന്താ? അല്ല, ബസിന്റെ മുമ്പിൽ ചാടുന്നവരുടെ ഉത്തരവാദിത്വം അവരുടേതല്ലേ? ഇത്രയേ ഉള്ളൂ, മനസ്സിലായിക്കൊള്ളണം. അപ്പൊ അവരുടെ പ്ലാനിങ് ആരെങ്കിലും ബസിന്റെ മുമ്പിലേക്ക് തള്ളിയിട്ട് അപകടം വരുത്തുക, എന്നാൽ നാട്ടിൽ മുഴുവൻ കലാപം സൃഷ്ടിക്കാം. അപ്പൊ അതിന് പറ്റാത്തതിന്റെ നിരാശയിൽ നിന്ന് അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ്. ഞങ്ങളെ ആരെയും ബസിന്റെ മുമ്പിൽ ചാടി മരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒറ്റപ്പെട്ടതാണെങ്കിലും ചില സംഭവങ്ങൾ ഈ യാത്രയുടെ ശോഭയും അതിന്റെ ജനകീയതയും കെടുത്തുന്നുണ്ട്. അതായത് ഈ ഗൺമാന് തോക്ക് കൊടുത്തിട്ടുള്ളത് ഉമ്മ വയ്ക്കാനല്ല, വെടിവെക്കാനാണ് എന്ന ഉദ്ധരണി ബർണാഡ് ഷായുടേതല്ല, കെ സുധാകരന്റെ. നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്ന ശേഷം ഉമ്മ വയ്ക്കാനുള്ളതല്ല വെടിവെക്കാനുള്ളതാണ് എന്ന് പറഞ്ഞത് കെ സുധാകരനാണ്. അപ്പോ ഇവിടെ പക്ഷേ കെ സുധാകരന്റെ നിലവാരമല്ലല്ലോ പിണറായി വിജയൻ. അതുകൊണ്ടാണല്ലോ നാൽപ്പാടി വാസുവിന്റെ സംഭവം കേരളത്തിൽ ഉണ്ടാവാത്തത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. അതുകൊണ്ടാണല്ലോ ഗൺമാൻ ഈ തോക്കെടുത്ത് പ്രയോഗിക്കാത്തത്. പിന്നെ ഈ പറഞ്ഞത് വണ്ടിക്ക് മുമ്പിൽ ചാടിയിട്ട് മറ്റേ അപായം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ തടഞ്ഞിട്ടുണ്ട്. അതിന് മിനിമം ബലപ്രയോഗം നടത്തേണ്ടി വന്നു. ശരി, ഒരു ഒറ്റ കാര്യം കൂടി. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും ഇതിനകത്ത് മർദ്ദനമേൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. CPM അനുഭാവികളാണെങ്കിലും പ്രതിഷേധിക്കുന്ന ആൾക്കാരെ ആ രീതിയിൽ കണ്ണുമടച്ച് മർദ്ദിക്കുന്ന ഒരു രീതി ഉണ്ടോ നിലവിൽ? അല്ല, ഇതില് CPM അനുഭാവികൾ എന്ന് പറയുന്നത് ശരിയല്ല. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആള് ഇത് കാണാൻ വേണ്ടി വന്നു നിൽക്കുമ്പോൾ അവിടെ ചെന്ന് ഷൂ എറിയുകയോ അവിടെ ചെന്ന് പ്രകോപനം ഉണ്ടാക്കുകയോ ചെയ്ത ജനം ചിലപ്പോൾ പ്രതികരിച്ചു കളയും. എന്നിട്ടും മുഖ്യമന്ത്രി മാത്രമാണ് പറഞ്ഞത് ഈ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ ആ കെണിയിൽ അകപ്പെട്ടു പോകരുത്, സംയമനം പാലിക്കണമെന്ന്. പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഇനിയും എറിയുന്നാണ് പറഞ്ഞത്, അല്ലേ? ഇനിയും കരിങ്കൊടി കാണിക്കും. അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നതുകൊണ്ട് വിരോധമല്ല, ഇനിയും സംഘർഷം ഉണ്ടാക്കും. ഇന്നലെ സുധാകരൻ എന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്സുകാർ പാവങ്ങളല്ല, വടിയെടുക്കാൻ പറഞ്ഞ വടിയെടുക്കുന്നാണ് പറഞ്ഞത്. അതാണ് അവരുപയോഗിച്ച ഭാഷ. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഈ പ്രകോപനത്തിൽ പെട്ടുപോകരുത്. ഒരു കാര്യം കൂടി, അതേസമയം തന്നെ എല്ലാ പോഷക സംഘടനകളും ബഹുജന വർഗീയ സംഘടനകളും ഈ നവകേരള സദസ്സിനോടൊപ്പം നിൽക്കുമ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും അതിരുവിട്ട ചില പ്രവൃത്തി ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ടോ? നമ്മൾ കണ്ടതാണ് കായംകുളത്ത് സംഭവിച്ചത്. ഞങ്ങളടക്കം ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഒരു അംഗപരിമിതനെ പോലീസ് വളരെ സേഫായി റോഡിൽ നിന്നെടുത്ത് മാറ്റുമ്പോൾ ഏതോ ഒരു പ്രവർത്തകൻ പോയി അടിക്കുകയാണ്, മർദ്ദിക്കുകയാണ്. അല്ല, ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യത്തെ ഞങ്ങൾ ആരും ന്യായീകരിക്കില്ല. അൺജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഒന്നിനെയും ജസ്റ്റിഫൈ ചെയ്യുന്ന പ്രശ്നം. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയാണ് സംയമനം പാലിക്കണം. മാത്രമല്ല ഇത്തരം ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അല്ല, അത് ദൃശ്യം പ്രചരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ ഒരു നൈതികതയുണ്ട്. അതിന് വിരുദ്ധമായിട്ടൊന്നും പെരുമാറുന്നതിനെ ഞങ്ങൾ ആരും പിന്തുണ. അപ്പൊ അങ്ങനെ മർദ്ദിച്ച ആ പ്രവർത്തകനെ സർക്കാർ സംരക്ഷിക്കുകയില്ലെന്ന് മാത്രമല്ല തള്ളി പറയുകയും ചെയ്യും. അല്ല, അങ്ങനെ മർദ്ദിക്കാൻ സർക്കാർ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. സർക്കാരിന്റെ നായകൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ചിത്തത പാലിക്കണം, സംയമനം പാലിക്കണം, ഇത്തരം പ്രകോപനങ്ങളിൽ വശംവദരായി പോകരുതെന്നാണ്. താങ്ക് യു മിനിസ്റ്റർ, താങ്ക് യു. അപ്പോൾ വളരെ കൃത്യമായി തന്നെ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, അംഗപരിമിതനെ മർദ്ദിച്ച വിഷയത്തിലടക്കം ഇടതുപക്ഷ നൈതികതയ്ക്ക് ചേരുന്നതല്ല എന്നതാണ് മിനിസ്റ്റർ MB രാജേഷ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.